ഹലോ, കേൾക്കുന്നുണ്ടോ? പറയൂ അബു ആ സുഹൈൽ. പറഞ്ഞോളൂ. കുറച്ചു മുമ്പ് ഒരു അർഷു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി സംസാരിച്ചിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ നിങ്ങളൊരു തെളിവ് കാണിച്ചിരുന്നു. ആ, അത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അതിന്റെ യോജിക്കാത്ത സ്ഥലത്താണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഹും മിൻ ഏതാണ് ഹും എന്നാണ്. സന്ദർഭം? ഒരു യുദ്ധ സന്ദർഭത്തിൽ നിന്നല്ലേ ഒരു ഹദീസിനെ മറ്റൊരു ഹദീസ് കൊണ്ടാണ് അപ്പോൾ വ്യാഖ്യാനിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇസ്ലാമിക സെറ്റപ്പിൽ യുദ്ധത്തിന്റെ ഇടയിൽ കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നത് ഓക്കെ ആണല്ലേ? ഇല്ലല്ല, കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ യുദ്ധ സന്ദർഭത്തിലാന്ന് പറഞ്ഞതോ? അതെ, അതാണ് പറഞ്ഞത്. ഇത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു ഹദീസ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് പറഞ്ഞു വരുന്നത്. ഒരു ഹദീസിനെ ആ, മറ്റൊരു ഹദീസിന്റെ അതിന് വ്യക്തമായിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ഫുൾ ഇല്ലല്ലോ. ഒരു ഹദീസിനകത്ത് മറ്റൊരു ഹദീസ് കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇതിന്റെ ഫുള്ളായിട്ട് വന്ന ഹദീസ് വേറെയുണ്ട്. ഈ അന്ന കുട്ടികളെയും റസൂലുള്ളാഹി സ്ത്രീകളെയും സ്വല്ലല്ലാഹു അലൈഹി കൊല്ലുന്നതുമായി വസല്ലം ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് അവിടെ പറയുന്നുള്ളത്. അപ്പൊ ആ പറഞ്ഞ വിഷയത്തിൽ അവരിൽപ്പെട്ടവനാണ് എന്നാണ് പറഞ്ഞത്, അല്ലാതെ വേറെ അതിനകത്ത് വേറെ എന്ത് കോണ്ടെക്സ്റ്റ് ഉള്ളത്? അതേ അവരിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞത്? ഇതിന്റെ പൂർണ്ണ രൂപം വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം മാലിക്കിന്റെ മുവത്തയിൽ വന്നിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു ഫി ബഅലി മആസിയത്തി, ചില യുദ്ധങ്ങളിൽ, ഇമ്രഅത്തൻ മഖ്തൂലത്തൻ, സ്ത്രീകൾ കൊല്ലപ്പെട്ട് കിടക്കുന്നത്, ഫാങ്കറ ദാലിക, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ചു, വനഹ, അതിനെ അംഗീകരിച്ചില്ല. അതിനെ അത് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഹദീസിലെ വിഷയമാണ് ചോദിക്കുന്നത്. അപ്പൊ അത് കോൺട്രഡിക്ഷൻ ആണ്, വൈരുദ്ധ്യമില്ലേ? അതായത് ഒരു സ്ഥലത്ത് നിരോധിക്കുന്നു, ഒരു സ്ഥലത്ത് പുള്ളി അംഗീകരിക്കുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇസ്ലാമിൽ ഒരുപാടുണ്ട്. അംഗീകാരമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഹദീസുകൾ അത് അംഗീകാരം, സഹിഹായ ഹദീസിന് അംഗീകാരം ഇല്ല എന്നാണ് അബു സുഹൈൽ പറഞ്ഞത്. ഒരു മിനിറ്റ്, ഞാൻ ഹദീസ് ഒന്ന് കാണിക്കാം ഒന്നും കൂടി. അല്ല, എന്റെ ഹദീസ് ഒന്ന് കാണിക്കാൻ പറ്റും? ഞാൻ പറയട്ടെ. വനഹ അൻ ഖത്ലി നിസാഇ വസിബ്യാനി, ഇതൊന്ന് വായിച്ചു തന്നെ. ഞങ്ങൾ അല്ലല്ലോ, ഇതിന്റെ ബാബ് നിങ്ങളൊന്ന് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ വായിക്കും. കാരണം ഇവിടെ അറബികളല്ല ഉള്ളത്. ഈ നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും മനസ്സിലാവും. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ വായിച്ചിട്ട് ഈ കാണികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കൂ എന്താണ് ഇതിന്റെ അർത്ഥം. ഇവിടെ ബാബു വായിക്കണം. സഹിഹാണ് ഹദീസ്, ഒതന്റിസിറ്റി ഒന്നും തെറ്റല്ല. ഇതിന്റെ ഇംഗ്ലീഷ് വായിച്ചിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞതുള്ളൂ. എന്താണ് പ്രശ്നം? എന്താണ് ഇത് വായിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്താം എന്ന് തന്നെയാണ് ഇതിന്റെ സൂചന. മുകളിലെ ബാബ് നിങ്ങൾ വായിക്കും. പെർമിസിബിലിറ്റി ഓഫ് കില്ലിംഗ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഇൻ നൈട്രേറ്റ്സ് സോ ലോങ് ആസ് ഇറ്റ് ഈസ് നോട്ട് ഡൺ ഡെലിബറേറ്റ്ലി. അറിയാണ്ട് കൊല്ലാം എന്നല്ലേ? അതെ. അപ്പൊ സ്ത്രീകളെയും കുട്ടികളെയും അറിയാതെ കൊന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലാതെ അബദ്ധത്തിന്റെ കാര്യമാണ് പറയുന്നത്, മനഃപൂർവ്വം കൊല്ലുന്നതിന്റെ അല്ലല്ലോ. ഓക്കെ. അപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് നബി അറിയാണ്ട് കൊല്ലുന്നതിനെ അംഗീകരിച്ചു എന്നാണ്. അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അംഗീകരിച്ചിട്ടില്ലേ? അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ? It is reported on the authority of Sahab Jathama that the Prophet of Allah, when asked about the women and children of polytheists being killed during night raid, said they are from them. They are from them എന്ന് പറഞ്ഞ ഇവിടെ എന്താ ഉദ്ദേശിച്ചത്? അവര് മറ്റേ ഗോത്രത്തിൽപ്പെട്ടവരാണ്, കൊന്നോളൂ, അല്ലെങ്കിൽ കൊന്നാലും കുഴപ്പമില്ല, മരിച്ചാലും കുഴപ്പമില്ല എന്നാണ്. സംസാരിക്കാൻ അനുവദിക്കൂ. സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നത് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിരിക്കുന്നു. അതാണ് അതിന് എനിക്ക് പറയാനുള്ള മറുപടി. അത് നിങ്ങൾ വേറൊരു ഹദീസ് വെച്ചിട്ട് ഇതിനെ വെട്ടിയല്ലേ? അപ്പൊ ഈ മുഹമ്മദിനെ രണ്ടും പറഞ്ഞത് ഇതല്ലേ പ്രശ്നം? ഇവിടെ മുഹമ്മദ് നബിക്ക് കൃത്യമായിട്ട് പറയാമായിരുന്നല്ലോ ഈ ഹദീസിനകത്ത്, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, നമ്മൾ അങ്ങനെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ പാടില്ല. പക്ഷെ അതല്ലല്ലോ ഇപ്പോൾ പറഞ്ഞത്, അവരിൽപ്പെട്ടവരാണ് എന്നാണ് പറഞ്ഞത്. പലരും പല ഹദീസ് രേഖപ്പെടുത്തുമ്പോ ചിലത് ചില ഭാഗത്തിലുണ്ടാവും, അങ്ങനെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അല്ല, ഹും മിൻഹും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവരിൽപ്പെട്ടവർ, അതൊരു ചോദ്യമായിരിക്കും. അവരിൽപ്പെട്ടവരാണ്, അത് ചോദ്യമായിരിക്കാം എന്നല്ലേ? അടിപൊളി. പുതിയത് ഫ്രഷ്. അപ്പൊ പുതിയത് അതായത് ചോദ്യമാണെന്ന്. അത് ഹും മിൻഹും എന്ന് പറഞ്ഞ ചോദ്യമാണല്ലേ? ഹും മിൻഹും എന്ന് പറഞ്ഞ ചോദ്യമാണോ? നിങ്ങൾക്ക് അറബി അറിയോ? ഹും മിൻഹും എന്ന് പറഞ്ഞ ചോദ്യമാണെന്നാണ് സുഹൃത്ത് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, അറബി അറിയുന്നവർക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അറബി വ്യാകരണം അറിയുന്നവര് ഹും മിൻഹും എന്ന് പറഞ്ഞാൽ ചോദ്യമാണ്. ഇവിടെ ചോദിച്ചിട്ട് നമ്മൾ കാണുന്നില്ല, ഇനിയിപ്പോ അങ്ങനെയും ചിലപ്പോൾ ഉണ്ടാവും. ഹും മിൻഹും. ഓക്കെ, അതെ, വളരെ കൃത്യമാണ്. ആ വിഷയം അവിടെ കഴിഞ്ഞിരിക്കുന്നു. സ്ത്രീകളെയും കുട്ടികളെയും യുദ്ധത്തിൽ കൊല്ലുന്നത് നിരോധിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമാണ് നിയമം. സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചപ്പോൾ അവരിൽപ്പെട്ടവരാണെന്നാ പറഞ്ഞത്, അല്ലാതെ നിരോധിച്ചിട്ടുണ്ട് എന്നല്ല പറഞ്ഞത്. എന്തിനാണ് ഈ വളച്ചൊടിക്കുന്നത്? ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചത്, അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ സത്യത്തെ ഹും മിൻഹും എന്ന് പറഞ്ഞ എന്താ സുഹൃത്തെ? ഏറ്റവും അവസാനത്തെ വാചകം നിങ്ങൾ വായിക്കുന്നില്ലേ? അവിടെ ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഹും മിൻഹും എന്നാണ്. ആ ഹദീസ് പൂർണ്ണമല്ല, അതുകൊണ്ടാണ് പൂർണ്ണമായിട്ടുള്ള ഹദീസ് കൊണ്ടുവന്നത്.
അതേപോലെ നിങ്ങൾ എന്റെ ഇജ്മാനെ കുറിച്ച് പൊന്നു സുഹൃത്തെ, ഈ ഹദീസ് പൂർണ്ണമല്ല. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? മുഹമ്മദിനോട് ചോദിക്കപ്പെട്ടു എന്ത്, ഈ സ്ത്രീകളെയും കുട്ടികളെയും, അതായത് ഭൗതിക വിശ്വാസത്തിൽപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ആ, അവരവരിൽപ്പെട്ടവരാണ്. ഇത് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഇത് വായിക്കുന്ന ഒരാൾക്ക് കാര്യം മനസ്സിലാവും. ആ, അവര് മറ്റേ ഗോത്രത്തിന്റെ ആൾക്കാരാണ്, അവര് ഹിന്ദുക്കളാണ്, അവര് ക്രിസ്ത്യാനികളാണ്, പോട്ടെ എന്നാണ് സൂചന. ഇത് നമുക്ക് ബുദ്ധിയുണ്ടല്ലോ മനസ്സിലാക്കാൻ. വെറുതെ ഈ എന്തിനാണ് ഇറച്ചി ഇതിങ്ങനെ കച്ചവടം വെളുപ്പിച്ച് നടത്തുന്നത്? വെളുപ്പിച്ച് കള്ള വെളുപ്പിച്ച് ഇറച്ചി എങ്ങോട്ടാണ് കച്ചവടം നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഇത് ഭാഷ വായിച്ചാൽ മനസ്സിലാവുന്ന ആളുകൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാവും. അർദ്ധരാത്രിയെല്ലാം ഇത് കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ട്, അറബിയിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ട്, എന്നിട്ടും വന്ന് ന്യായീകരിക്കുന്നു. എന്തൊരു, നിങ്ങളൊരു എന്താ പറയുക, അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആ തൊലിക്കട്ടിക്ക് തീർച്ചയായിട്ടും. ഹും മിൻ ഹും എന്ന് പറഞ്ഞ ചോദ്യമാണ് അത്രേ. ഇസ്ലാമിൽ വളരെ വ്യക്തമായിട്ടുള്ള മലയാളത്തിൽ പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഞാൻ അറബി ചോദിച്ചത്. ഹും മിൻ ഹും എന്ന് പറഞ്ഞ ചോദ്യമാണോ? എന്താണ് ഹും മിൻ ഹും? ഒരു അവ്യക്തമായിട്ടുള്ള ഒരു കാര്യം കൊണ്ടുവന്നിട്ട് ഇതാണ് ഇസ്ലാം, ഇതും ഇസ്ലാമാണ്. മറ്റേത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുത്താൽ മതിയോ? വരാമെന്ന് ഇസ്ലാമിന്റെ ഓ, അങ്ങനെയും വരാമല്ലേ? സാധനം ഇസ്ലാം തന്നെയാണ്. അപ്പൊ രണ്ടും ഇസ്ലാമാണ്. അതുകൊണ്ടാണ് ബഹുദൈവ വിശ്വാസിയെ കണ്ടെടുത്ത് വെച്ച് കൊലപ്പെടുത്താനുള്ളതും ഇസ്ലാമാണ്. ലായിക്കറഫുദ്ദീനും ഇസ്ലാമാണ്. എന്താ പറയാ, ലക്കുന്ദീനുക്കും വലിയദീനും എല്ലാം ഇസ്ലാമാണ്. പക്ഷെ ഒക്കെ പരസ്പര വിരുദ്ധമാണെന്നുള്ളൂ. ഇതിൽ ഏത് നിങ്ങൾ എടുക്കും, ഏത് വില്ലാതൻ എടുക്കും എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, കോണ്ടെക്സ്റ്റിലും വേറെ അത് സംസാരിക്കാനല്ല ഞാൻ വന്നിട്ടുള്ളൂ. അതെല്ലാം നിങ്ങൾ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ. പ്രവാചകൻ പ്രസംഗിച്ച പ്രസംഗത്തിന് മുന്നോടിയായിട്ട് വന്ന സൂറത്താണ് തൗബ എന്ന് പറയുന്നത്. ഒരു കോണ്ടെക്സ്റ്റും ഇല്ല. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അത് നിങ്ങളുമായിട്ട് യുദ്ധത്തിലേക്ക് വരുന്ന ആളുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു യുദ്ധവും ഇല്ല. നിങ്ങളുമായിട്ട് യുദ്ധത്തിലേക്ക് വരുന്ന അല്ല, തൗബയിലെ 5-ാമത്തെ ആയത്ത് യുദ്ധത്തിലാണോ? തൗബയിലെ ബൗദ്ധ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്നുള്ളത് യുദ്ധത്തിലാണ്. ഏത് യുദ്ധമാണത്? ആ യുദ്ധം എന്ന് പറഞ്ഞേ. എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങളുടെ തന്നെ മതപണ്ഡിതന്മാര് അത് യുദ്ധമല്ലാന്നും യുദ്ധമാണെന്നും പറഞ്ഞു പെട്ടിരിക്കുകയാണ്. ഇനി വീണ്ടും നിങ്ങൾ വന്നിട്ട് യുദ്ധമാണെന്ന് പറഞ്ഞ് കൊളവാക്കരുത്. തൗബയിലെ 5-ാമത്തെ വചനം യുദ്ധ സന്ദർഭത്തിലാണെന്നാണോ താങ്കൾ അവകാശപ്പെടുന്നത്? അങ്ങനെയാണെങ്കിൽ ഏത് യുദ്ധം? ഏതാണ് യുദ്ധം? അങ്ങനെയല്ല എന്ന് പറഞ്ഞ പോലെ ഏതാണ് യുദ്ധം എന്ന് പറയണം. ഞങ്ങൾക്ക് യുദ്ധം ഏതാന്ന് പറഞ്ഞ യുദ്ധം നോക്കാലോ. മുസ്ലിങ്ങളുള്ള രാജ്യത്ത് അങ്ങനെയാണെങ്കിൽ ആളുകളെ വെട്ടിക്കൊല്ലണ്ടേ? നിങ്ങളോട് ഞാൻ ആയത്തിന്റെ കോണ്ടെക്സ്റ്റ് ആണ് ചോദിച്ചത്, അല്ലാതെ മുസ്ലിങ്ങളുള്ള രാഷ്ട്രവും അതിനെ കുറിച്ചൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. അതിപ്പോ ഏത് യുദ്ധ സന്ദർഭത്തിലായിക്കോട്ടെ, അത് യുദ്ധ സന്ദർഭമാണത്. അതിനകത്ത് പറയുന്ന മുഴുവൻ യുദ്ധത്തിന്റെ. എന്താണ് യുദ്ധം? ഏതാണ് യുദ്ധം? മുസ്ലിങ്ങൾ മക്ക കീഴടക്കിയതിനു ശേഷം 9-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ വചനം ഇറങ്ങുന്ന സമയത്ത് ആ പ്രത്യേക കോണ്ടെക്സ്റ്റിലുള്ള യുദ്ധം ഏതാണ് എന്ന് നിങ്ങൾ പറയും. ഒരു മിനിറ്റ്, ഞാൻ അതിന്റെ ആദ്യവും അവസാനവും ഒക്കെ ഇപ്പൊ വായിച്ചു തരാം. 9-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ വചനമാണ് അതിന്റെ കോണ്ടെക്സ്റ്റ് ആണ് പറയേണ്ടത്. അല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും വചനത്തിന്റെ കോണ്ടെക്സ്റ്റ്, ഒരു 10,000 വചനം വായിച്ചിട്ട് അതിന്റെ കോണ്ടെക്സ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വചനത്തിന്റെ കോണ്ടെക്സ്റ്റ് ആണ് പറയുന്നത്. ഇസ്ലാമിലെ ഖുർആൻ എന്ന പുസ്തകത്തിനകത്ത് ഒന്നിനും കണ്ടിന്യൂറ്റി ഇല്ല, പലതിനും പല കോണ്ടെക്സ്റ്റ് ആണ്. അപ്പോ 5:34 9:5 തൗബ, സൂറത്തുൽ തൗബ 5-ാമത്തെ. എല്ലാവരും കേട്ടോളൂ. ഇനി മതപണ്ഡിതന്മാർക്ക് 70,000 ക്ലറിക്കുകൾ ഉണ്ടെങ്കിൽ കേൾക്കുക. പുതിയതായിട്ടൊരു അദ്ദേഹം ഫ്രഷ് ആയിട്ടൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. ഏതാണ് ആ യുദ്ധം എന്ന് ഇപ്പൊ പറയുന്നതായിരിക്കും. 9:5 അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ, അതല്ലേ? അതെ, വിലക്കപ്പെട്ട മാസം എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞോളൂ. എന്താണ് വിലക്കപ്പെട്ട മാസം? ഇസ്ലാമിൽ വിലക്കപ്പെട്ട 5 മാസങ്ങളുണ്ട്. ആ മാസങ്ങൾ കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസികൾ യുദ്ധ സന്ദർഭത്തിലാണ് പറയുന്നത്. അങ്ങനെ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ അവിടെ യുദ്ധം ഒന്നും പറയുന്നില്ല. ബഹുദൈവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലുക എന്നാണ് പറയുന്നത്. അവിടെ യുദ്ധം എവിടെയും പറയുന്നില്ല. യുദ്ധം പാടില്ല. അത് കഴിഞ്ഞാൽ യുദ്ധം അത് കഴിഞ്ഞാൽ തുടരുമെന്നാണ്. അങ്ങനെ കാണുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് അവരെ കൊല്ലാം എന്നാണ്. അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഉള്ള ഭാഗം അതുപോലെ വായിക്കും സുഹൃത്തെ. സൽമാൻ അത് കാണിച്ചു. അങ്ങനെയാണ് മഫ്ഹൂം എന്ന് പറയുന്നത്. അതെ മഫ്ഹൂം. ഏതാണ് യുദ്ധം? അതൊന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് പഠിക്കുന്ന ആഗ്രഹമുണ്ട്. ഏതാണ് യുദ്ധം? ഏതെങ്കിലും യുദ്ധമാണല്ലേ? ഏതോ ഒരു യുദ്ധം അവിടെ ഉണ്ടായിരുന്നു, നിങ്ങളങ്ങ് അനുമാനിച്ചു. യുദ്ധം നടക്കുന്ന സന്ദർഭങ്ങളിൽ വിലക്കപ്പെട്ട മാസങ്ങൾ വരും. ആ സമയത്ത് അതേതാണ് യുദ്ധം എന്നല്ലേ ചോദിച്ചത്? ഇത് അള്ളാഹ് അറിയില്ലേ? ഇത് പറഞ്ഞുതരാൻ. ഏതാണ് യുദ്ധം? അള്ളാഹ് പറഞ്ഞില്ലേ ഏതാണ് യുദ്ധം? അനാവശ്യം. അള്ളാഹു ആ കോണ്ടെക്സ്റ്റ് പറഞ്ഞ യുദ്ധം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? യുദ്ധത്തിന് ഒരു പേരില്ലേ? നാളെ യുദ്ധം ഉണ്ടാകുന്ന ഒരു യുദ്ധം. അപ്പോഴുള്ള റൂൾ അതാണ് നാളെ ഉണ്ടാകുന്ന യുദ്ധത്തിൽ. അപ്പോ ഒരു കാര്യം ശരിയായില്ലേ?
പണ്ട് മറ്റേ RV ബാബു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ശരിയായി. ബൗദ്ധ വിശ്വാസികൾ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലുക എന്നുള്ളത് ഭാവിയിലും ബാധകമാണ് എന്ന് വന്നു അല്ലെ? അതല്ലേ താങ്കൾ ഇപ്പൊ പറഞ്ഞു? ഇതിനേക്കാളും കുത്തി തുറന്ന് വല്ലതും മോഷ്ടിക്കാൻ പോയിക്കൂടെ? എന്തിനാ നമ്മൾ യുദ്ധത്തിനെ അതെ അതെ കുറിച്ച് അതെ. ഭാവിയിൽ ഞാന് മുഹമ്മദ് നബി അല്ല മോഷ്ടിച്ച് തിന്നാൻ, എനിക്ക് പണിയുണ്ട്. വീണ്ടും അവിവേകം പറയുകയാണ് നിങ്ങൾ പറയുന്നത്. മുഹമ്മദ് നബി എന്ത് പണിയാണ് എടുത്തിരുന്നത് അതൊന്ന് പറഞ്ഞെന്ന്. നിങ്ങൾ ഞാൻ മോഷ്ടിച്ച് തിന്നാൻ പോയിക്കൂടെ എന്ന് വെച്ചു. അപ്പൊ ഞാനതാ ചോദിക്കുന്നത്, മുഹമ്മദ് നബി എന്ത് പണിയാണ് എടുത്തിരുന്നത് അത് താങ്കൾ പറഞ്ഞോളൂ. ഇപ്പൊ എന്തായാലും പോട്ടെ, നമ്മൾ വിഷയത്തിൽ നിന്ന് ഒരുപാട് പോയി. യുദ്ധ സന്ദർഭമാണെന്ന് പറയുന്നു. ഏതാണ് തൗബയിലെ യുദ്ധ സന്ദർഭം? അതല്ലേ പറഞ്ഞു, ഇനിയിപ്പോ നാളെ ഒരു യുദ്ധം 9:5 തൗബ 5-ാമത്തെ ആയത്ത് എന്ത് യുദ്ധ സന്ദർഭത്തിലാണ്? ഏതാണ് യുദ്ധത്തിന്റെ യുദ്ധത്തിന് പേരില്ലടോ. നിങ്ങൾ ബദർ യുദ്ധം കേട്ടിട്ടുണ്ടോ? ബദർ യുദ്ധത്തിന് ബദർ എന്നാണ് പേര്, ഖന്തക് യുദ്ധത്തിന് ഖന്തക് എന്നാണ് പേര്. ഏത് യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണ് ഈ വചനം ഇറങ്ങിയത്? അതൊക്കെ പറഞ്ഞു. ഒരു ഹുക്കും ഏതെങ്കിലും ഒരു യുദ്ധത്തിന് ഉണ്ടായിരിക്കും എന്നുള്ളതൊരു വാദമല്ല. എന്താണ് ആ പേര്? അത് കൃത്യമായിട്ട് തെളിവുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ. സഹോദര, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വ്യക്തമാവുന്നുണ്ടോ? ഞാൻ കേട്ടു. താങ്കൾ ആ യുദ്ധത്തിന്റെ പേര് പറയാൻ ചോദിച്ചിട്ട് പേരെന്താ പറയാത്തെ? ചുമ്മാ ഒരു യുദ്ധം ബദർ എന്നൊക്കെ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യുദ്ധത്തിന്റെ പേരങ്ങ് പറഞ്ഞേക്ക്, എന്നിട്ട് ഇവിടുന്ന് സ്കൂട്ടായിക്കോ. അതാ നല്ലത്. ഇപ്പൊ യുദ്ധമാണെന്ന് പറഞ്ഞ് കുടുങ്ങിയില്ലേ? എന്താണ് പേര് ആ യുദ്ധത്തിന്റെ? അപ്പൊ ഈ ഒരു യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്തല്ല ഇത് അല്ലെ? അതായത് പൊതുവായിട്ട് പറഞ്ഞാണ്, കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാം. അതല്ലേ തൊട്ട് മുമ്പിൽ വിരോധിക്കപ്പെട്ട ആ മാസങ്ങൾ കഴിഞ്ഞാലെന്നുള്ളത് പറയുമ്പോൾ കൃത്യമില്ല അവിടെ യുദ്ധം നടക്കുകയാണെന്നുള്ളത്. അതായത് യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധം നടക്കാമെന്ന് ഉറപ്പിച്ചു. അത് എന്താണ് ആ കോണ്ടെക്സ്റ്റിലുള്ള യുദ്ധത്തിന്റെ പേര്? അത് അടുത്ത വർഷം ഉണ്ടാകുന്ന യുദ്ധം എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ അപ്പൊ ഇന്നും ബാധകമാണ് അല്ലല്ല? അപ്പൊ അബൂ സുഹൈൽ പറയുന്നത് ഇന്ന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാം, ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ പിന്നെ താങ്കൾ പറഞ്ഞു ഇന്നും ബാധകമാണെന്ന്. യുദ്ധം ഉണ്ടെങ്കിൽ കൊല്ലാന്നോ? യുദ്ധത്തിൽ പിന്നെ കൊല്ലയിലേ നടക്കുന്നത്. അതായത് യുദ്ധം ഉണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാം അല്ലെ? ഇന്ന് കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാം. അതായത് ബഹുദൈവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാം. മുസ്ലിങ്ങളുടെ യുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കണ്ടെടുത്ത് ഗോത്രത്തെ പോയി കൊള്ളടിക്കുന്നതാണ് യുദ്ധം എന്ന് പറയുന്നത്. ഇനി ഇവിടെ പറയുന്നത് കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാം. അതായത് ഒരു മനുഷ്യനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാം, പതിയിരിക്കുക എന്നിടത്തോളം എല്ലാം പതിയിരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മാന്യമായിട്ടുള്ള നിലപാടാണ് നിങ്ങൾക്ക് തോന്നുന്നല്ലേ? രാജ്യങ്ങൾ തമ്മിലല്ലേ? ഇവിടെ യുദ്ധത്തിന്റെ പേര് വെച്ചിട്ട് പേര് കിട്ടിയിട്ടില്ല കേട്ടോ. യുദ്ധം പേരെന്താണ് യുദ്ധത്തിന്റെ? ഈ വചനം ഇറങ്ങിയ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് ഇയാൾ എന്താണെന്ന് മറുപടി പറയാത്തത്? വീണ്ടും വീണ്ടും തന്നെ പറഞ്ഞോണ്ട് യുദ്ധം. എന്ത് യുദ്ധം? ഏത് യുദ്ധം? എന്താണ് യുദ്ധത്തിന്റെ പേര്? ഇസ്ലാമിലെ യുദ്ധത്തിന് പേരുണ്ടോ? ബദർ യുദ്ധം എന്നുള്ളത് ബദറാണ് പേര്. ഖന്തക് യുദ്ധം ഖന്തക്കാണ് പേര്. പേരില്ലാത്ത യുദ്ധം അനാമിക എന്നാണ് യുദ്ധത്തിന്റെ പേര്. നിങ്ങളുടെ നീ സൽമാൻ എന്ന് പറഞ്ഞില്ലേ? സൽമാൻ എന്ന് പറയുന്ന വ്യക്തി കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ഇസ്ലാമിൽ ലോക അവസാനം വരെയുള്ള നിയമമല്ലേ എഴുതി വെച്ചിരിക്കുന്നത് പറഞ്ഞില്ലേ? അതെ. അപ്പൊ ലോകാവസാനം വരെ ഇത് ശരിയാണല്ലേ? ഏത് സന്ദർഭത്തിലും എടുത്ത് പ്രയോഗിക്കാമെന്നാണ് പറയുന്നത്. പോക്കിരി എന്ന് പറയുന്ന ആൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? ഒരു യുദ്ധം നടക്കുന്ന സന്ദർഭത്തിലുള്ള ആ ഒരു ഹുക്കുമാണോ? ഖുറാനില് എല്ലാ വചനത്തിനും കോണ്ടെക്സ്റ്റ് ഉണ്ടോ ഇല്ലയോ? ഇയാള് അധികം സംസാരിച്ച് ബുദ്ധിമുട്ടണ്ട. എന്താണ് ഈ ആയത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ മതി. അവിടെ ഒരു ഹുക്കും ഉണ്ടല്ലോ, ഒരു ഹുക്കും. ആ ഹുക്കും അത് ഉണ്ടല്ലോ, ഉണ്ടായിരിക്കാമല്ലോ, അങ്ങനെയൊന്നും പറഞ്ഞ കാര്യമില്ല. എന്താണ് യുദ്ധം? ആ യുദ്ധത്തിന്റെ പേരെന്താണ്? പല വചനങ്ങളും ഇറങ്ങിയിട്ടുള്ള യുദ്ധത്തിന്റെ പേരുകൾ നമുക്കറിയാം. അതിന്റെ കോണ്ടെക്സ്റ്റിൽ അസ്ബാബുൻ നുസൂലിലൊക്കെ പേര് കൊടുത്തിട്ടുണ്ടാവും. ഈ യുദ്ധത്തിന്റെ പേരെന്താന്ന് പറഞ്ഞാൽ മതി. യുദ്ധത്തിന്റെ പേര് അറിഞ്ഞു കഴിഞ്ഞാൽ ആ യുദ്ധം ഏതാണെന്ന് അറിയാലോ. ഒരു നുസൂലിന്റെ ഒരു അസ്ബാബ് ഇല്ലെന്ന് വിചാരിച്ചോളൂ. അപ്പൊ കോണ്ടെക്സ്റ്റ് ഇല്ലാത്ത വചനങ്ങൾ ഇസ്ലാമിലുണ്ട് എന്നർത്ഥം അല്ലെ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോ ഇതെന്നും എടുത്ത് പ്രയോഗിക്കാം ഈ വചനം. അതിന്റെ അർത്ഥം ഈ 9:5 കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാമെന്ന് ഒരു പൊതു നിയമമായിട്ട് ഉപയോഗിക്കാവുന്നത് അല്ലെ? ഇല്ലല്ല, പാടില്ല. ഒരു സമാധാന രാഷ്ട്രമായിട്ട് നമുക്ക് യുദ്ധം ചെയ്യാൻ പാടില്ല. ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. സമാധാന രാഷ്ട്രമായിട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന്. തീർച്ചയായിട്ടും. അത് എവിടെ നിന്നാണ് കിട്ടിയത്? അത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമാധാന രാഷ്ട്രവുമായിട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന്? അല്ല, സമാധാന രാഷ്ട്രവുമായിട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് എവിടെ നിന്ന് കിട്ടിയേ? അതൊന്ന് പറഞ്ഞു, എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സമാധാന കാംക്ഷികരമായിട്ട് യുദ്ധം പാടില്ല എന്നുള്ള ഇസ്ലാമിൽ തന്നെയുള്ളതാണ്. ഇസ്ലാമുമായിട്ട് സമാധാനം കാംക്ഷിക്കാത്ത എത്ര പേരുമായിട്ട് ഇസ്ലാം യുദ്ധം ചെയ്തിട്ടുണ്ട് മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ? അതൊന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് അങ്ങ് പറഞ്ഞേ. സമാധാനപരമല്ലാത്ത രീതിയിൽ പെരുമാറിയിരുന്നവരുന്നായിരുന്നോ? ബനു ഖുറൈള, ബനു മുസ്തലഖ്, ബനു അല്ലല്ല ചാടി പോകുന്നില്ല. താങ്കൾ ഇപ്പൊ പറഞ്ഞത്
സമാധാനപരമായിട്ടുള്ള ആളുകളുമായിട്ട് യുദ്ധം ചെയ്യരുത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വെച്ചപ്പോഴാണ് ഞാൻ ഇത് മറുപടി പറഞ്ഞത്. ബനു കുറൈലയുമായിട്ട് എന്തായിരുന്നു സമാധാനം തകർത്ത വിഷയം? 9/5 യുദ്ധത്തിന്റെ സന്ദർഭം ഇവിടെ പറഞ്ഞിട്ടില്ല ഇതുവരെ. നിങ്ങൾ ഇങ്ങനെ യുദ്ധം ഉണ്ടായിരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. പേര് ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ വീണ്ടും എടുത്തെടുത്തത്. എന്ത് സൽമാൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിൽ എഴുതി വെച്ചിരിക്കുന്നത് ലോക അവസാനം വരെയുള്ള ഒരു നിയമം. സൽമാൻ പറഞ്ഞതാണോ ഇസ്ലാം? അല്ല, ഇയാൾ എങ്ങോട്ടേ ഓടിപ്പോകുന്നത്? സൽമാൻ ഇപ്പൊ പറഞ്ഞത് പുള്ളി ആ വിഷയത്തിലൊരു മറുപടി പറഞ്ഞല്ലേ. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം പ്രകാരം ഇസ്ലാമിലെ ഖുർആൻ എന്ന പുസ്തകം ലോകത്തെ എല്ലാ കാലഘട്ടത്തിലേക്കും ഉള്ളതാണോ അല്ലേ? അതല്ലേ സൽമാൻ പറഞ്ഞു. എന്ന് പറയുന്ന വ്യക്തി ഇത്രയും വിവരമില്ലാത്ത ഒരാളെയാണോ കൂടെ കൊണ്ട് നടക്കുന്നത്? ഞാൻ പറയുന്ന ലോജിക്ക് മനസ്സിലാക്കുക ആദ്യം. ശരി, ഓക്കെ, നമുക്ക് പിന്നീട് കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ. അതെ, എന്തൊരു കഷ്ടം. സൂറത്ത് തൗബയിലെ യുദ്ധം കിട്ടാൻ വേണ്ടിയിട്ട് എത്ര പേരെ നമ്മൾ മുന്നിൽ തെണ്ടണം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitumu ya Rasulu Dingah. Ashhadu anna mitumu ya Rasulu Dingah. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar.